Hello, good evening. Today I am going to take the +1 physics chapter 7 rotational motion, and in that this is the 4th episode. 3 ക്ലാസ്സുകൾ നേരത്തെ കഴിഞ്ഞത് കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ തുടർച്ചയായിട്ട് 4ാമത്തെ ക്ലാസ്സാണ്, 4ാമത്തെ ഭാഗം. ഓക്കെ, 3ാമത്തെ ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഡിഫറെൻറ്റ് ബോഡീസ് ആണ്. പല ഷേപ്പുകളുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, പിന്നെ പാരലാക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അതെങ്ങനെ ഉപയോഗിക്കുന്നു ഒരുമിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Now let us go through the next shape, that is the disk. Moment of inertia of a disk. വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ, എ ഡിസ്ക് ആൻഡ് ദി സെൻട്രൽ ആക്സിസ്. അപ്പോൾ അടുത്തത് ഡിസ്ക്, സെൻട്രൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. 3 കണ്ടീഷൻസ്: ഡിസ്ക്, സെൻട്രൽ ആക്സിസ്, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. ജസ്റ്റ് ലൈക്ക് ദിസ്, എ ഡിസ്ക് ആൻഡ് സെൻട്രൽ ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. ഇങ്ങനത്തെ ഒരു റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഗിവൺ ബൈ I equals mr²/2, മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദി റേഡിയസ് ബൈ 2. അപ്പോൾ ഫോർമുല മാറും. ഒരു കാര്യം ഓർത്തോളൂ കേട്ടോ, ഓൾവേസ് ദർ വിൽ ബി എ മാസ് ടേം, ദർ വിൽ ബി എ സ്ക്വയർ ഓഫ് റേഡിയസ് സ്ക്വയർ ആൻഡ് എ കോൺസ്റ്റൻറ്റ്. ആ നമ്പറാണ് മാറുക. അത് 1 ആകാം, 2 ആകാം, 3 ആകാം, 1/2 ആകാം, 1/12 ആകാം, 5/7 ഉണ്ട്, 3/5 ഉണ്ട്. ആ നമ്പറാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ ദാറ്റ് നമ്പർ ഈസ് ഹാഫ്, 1/2, 1/2 mr². ജനറലി നമ്മൾ mr²/2 എന്നാണ് പറയുക. ബൈ ഹാർട്ട് പഠിക്കുന്നേ മാർഗമുള്ളൂ. ദാറ്റ്സ് നെക്സ്റ്റ് ഷേപ്പ്, mr²/2 disk. Then next one, about a disk but a tangential axis. Tangential എന്ന് പറയില്ല, a perpendicular axis through the edge. ഇങ്ങനെ ഇരിക്കുന്നത് ദിസ് ഈസ് ദി സെൻട്രൽ ആക്സിസ്, എഡ്ജ് ആക്സിസ് ഇങ്ങനെ തിരിയുന്നു. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ത്രൂ വൺ എഡ്ജ്. അതെങ്ങനെയാണ് എടുക്കുക? സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി, ദിസ് ഈസ് കോൾഡ് I0. നമുക്കറിയാം സെൻട്രൽ ആക്സിസ്. ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദി I, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഷുവർലി വിൽ ബി ദി റേഡിയസ്. അപ്പോൾ നമുക്ക് പാരലൽ ആക്സിസ് ഉപയോഗിക്കാം. ഷിഫ്റ്റിംഗ് ആണ്, സെൻട്രൽ സൈഡിലേക്ക് മാറ്റുമ്പോൾ ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I equals, ഫോർമുല ഈസ് I0 പ്ലസ് ma². 3 പ്ലസ് എഴുതുമ്പോൾ യു വിൽ ബി thorough with this particular formula. Equals mr²/2 central axis plus m means the r². A means the same as the distance between the axes is r, mr². കുട്ടിക്ക് 1 mr² and half mr², that will be 1.5 mr², അല്ലെങ്കിൽ 3/2 mr². It is 3/2 mr². Okay, now come to the next one. Next one, the same disk same disk but about an axis through the horizontal plane. ഇത് mr²/2 ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയിരിക്കും? ഈ ഒരു പ്ലെയിനിലിട്ടിട്ട് ഇതിനെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ, വാട്ട് വിൽ ബി ഇറ്റ്? രണ്ടെണ്ണം കൂടി നമുക്ക് ചെയ്യാനുള്ളത് ഹൊറിസോണ്ടൽ സെൻട്രൽ പ്ലെയിൻ ആൻഡ് ടാൻജൻഷ്യൽ പ്ലെയിൻ. ഇങ്ങനെ കറക്കുന്നു ഹൊറിസോണ്ടലി ത്രൂ ദി എഡ്ജ് കോൾഡ് ടാൻജൻഷ്യൽ പ്ലെയിൻ, ടാൻജൻഷ്യൽ ആക്സിസ്, സെൻട്രൽ ആക്സിസ് പാരലൽ ടു ദി പ്ലെയിൻ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സെൻട്രൽ ആക്സിസ്, ടാൻജൻഷ്യൽ ആക്സിസ്. അത് രണ്ടും ചെയ്യാലോ. ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടൽ ആക്സിസ് വി ക്യാൻ കോൾ ആസ് IX. അതിനെ I എന്ന് വിളിക്കുന്നു. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്സിസ് നമുക്ക് സെഡ് ആക്സിസ് എന്ന് വിളിക്കാം. ഇറ്റ്സ് വാല്യൂ ഈസ് mr²/2. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞു. വി വോണ്ട് വൺ മോർ ആക്സിസ്. അത് ഏതെടുക്കണം? ഇഫ് ദിസ് ഈസ് സെഡ് ആക്സിസ്, ദിസ് ഈസ് X ആക്സിസ്, ദിസ് വിൽ ബി ദി Y ആക്സിസ്. ബട്ട് Y ആക്സിസ് ആൻഡ് X ആക്സിസ് ആർ ഐഡൻറ്റിക്കൽ. ഇവിടെ ചിലൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു വൺ മോർ ആക്സിസ് IY, which is same as the IX and IY are identical. കാരണം അത് റിങ്ങിൻ്റെ ഷേപ്പാണ്. റിങ്ങിൻ്റെ എവിടെ ഡയഗണൽ വരച്ചാലും ഒരുപോലെ ഇരിക്കും. So it is a diagonal axis.
This is a vertical axis, this is a diagonal axis. പേരുകളൊക്കെ പരീക്ഷ മാറി ചോദിക്കാൻ കേട്ടോ. ഹൊറിസോണ്ടൽ ആക്സിസ്, സെൻട്രൽ ഹൊറിസോണ്ടൽ ആക്സിസ്, അല്ലെങ്കിൽ ഡയമെട്രിക് ആക്സിസ്, അല്ലെങ്കിൽ ഡയഗണൽ ആക്സിസ്. ഓക്കെ, ഡയഗണൽ ആക്സിസ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഫസ്റ്റ് വിൽ റൈറ്റ് ദി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വിച്ച് സേസ് ദാറ്റ് IZ ഈക്വൽസ് IX പ്ലസ് IY. IZ നമുക്കറിയാം mr²/2. This is I plus this is I. mr²/2 equals 2I, or I equals mr²/2 ഇങ്ങോട്ട് വരുന്നു. I equals mr²/4. I equals mr²/4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രൻസ് എഴുതുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചാലും ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചാലും ഹൊറിസോണ്ടൽ ആക്സിസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ടു ദി പ്ലെയിൻ, അങ്ങനെയാണ് പറയുന്നത്, ഹൊറിസോണ്ടൽ ടു ദി പ്ലെയിൻ. ഇത് പെർപെൻഡിക്കുലർ വിളിക്കുന്നത് ഹൊറിസോണ്ടൽ ടു ദി പ്ലെയിൻ, പാരലൽ ടു പ്ലെയിൻ. ബട്ട് ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ഷീറ്റ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ചെയ്യാലോ. ഒന്ന് ചെയ്ത് നോക്കിയേ. ടാൻജൻഷ്യൽ ആക്സിസ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഹൊറിസോണ്ടൽ ആക്സിസ് കിട്ടി, mr²/4 അല്ലേ. നൗ ടാൻജൻഷ്യൽ ആക്സിസ്, ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കി നോക്കൂ. ആൻസർ ഇടേണ്ട നേരമായി, ടാൻജൻഷ്യൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്യേണ്ട നേരമായി. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു ഒരു ബോഡി. ഇതിൻ്റെ ഡയമെട്രിക് ഇതിൽ I equals mr²/4. We want the moment of inertia about a tangent. So we can use this movement of the axis, shifting. So we will write I equals I0 plus ma². രണ്ട് തിയറം ഇപ്പോൾ നമ്മൾ എക്സ്പെർട്ട് ആയിട്ടുണ്ടായിരിക്കണം. I equals mr²/4 plus m. A means the separation, that will be r. mr². അല്ലേ, 1 mr²ഉം 1/4 mr². So that will be 5/4 mr². 5/4 mr². മനസ്സിലായല്ലോ ടാൻജൻഷ്യൽ ആക്സിസ്. ഇനി നമ്മളത് ആക്സിസ് വിട്ടുപോയി 5/4 ടാൻജൻഷ്യൽ ആക്സിസ് ഇപ്പോൾ എല്ലായി. അടുത്തത് എ ഹോളോ സിലിണ്ടർ. നെക്സ്റ്റ് ഷേപ്പ് ഈസ് ഹോളോ സിലിണ്ടർ, ദെൻ സോളിഡ് സിലിണ്ടർ. എ ഹോളോ സിലിണ്ടർ വോൾസ് മാത്രമേ ഉള്ളൂ. പൈപ്പ്, we can say pipe, and with an axis through the center. പൈപ്പിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ആക്സിസ്. വാട്ട് വിൽ ബി ദി ആൻസർ? ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല. വി ഹാവ് അനദർ ട്രിക്ക്. ദിസ് പൈപ്പ് ക്യാൻ ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ്. ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഓരോ പീസും എന്ത് ഷേപ്പായിരിക്കും? പൈപ്പിനെ ഇങ്ങനെ മുറിച്ചാൽ കിട്ടുന്ന ഷേപ്പ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റിമ്മാണ്, അല്ലേ? പൈപ്പിനെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് റിംസ്. എപ്പോഴും പൈപ്പ് മുറിച്ചുണ്ടാകും റിം. അല്ലെങ്കിൽ വേണ്ട, പൈപ്പ് വേണ്ട, നമ്മളൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് മുറിച്ചാലും ഇത് തന്നെയാണ് വരിക. നേന്ത്രപ്പഴം പറ്റില്ല, അത് സോളിഡാണ്. അങ്ങനെ ഒരു ഹോളോ ആയിട്ടുള്ള സാധനം മുറിച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സ്മോൾ റിംസ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? റിമ്മിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോമുല നമ്മൾ പഠിച്ചു, എത്രയാണ്? mr² ആണ്. സെയിം ഫോമുല വിൽ ഗെറ്റ്. സോ ദി മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വിൽ ബി mr². മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വിൽ ബി mr². മനസ്സിലായോ? ഇനി ഇതിനെ നമുക്ക് പൈപ്പിനെ ഇങ്ങനൊരു ആക്സിസ് ആക്കാം. ഇങ്ങനൊരു ആക്സിസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ ആക്സിസ്, I അറിയില്ല. ആൻഡ് ദിസ് ഈസ് എ I അറിയില്ല. വെർട്ടിക്കൽ ആക്സിസ് mr². നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ വിൽ റൈറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ mr² ഈക്വൽസ് I പ്ലസ് I, ഓർ I ഈക്വൽസ് 1/2 അല്ലെങ്കിൽ mr²/2. നേരത്തെ നമ്മൾ ചെയ്തു ഡയമെട്രിക്,
അത് തന്നെയാണ് കിട്ടുക. സെയിം വാല്യൂ വിൽ ഗെറ്റ്, ബിക്കോസ് സ്ലൈസ് ചെയ്ത് കിട്ടുന്ന ഷേപ്പ് റിങ്ങിൻ്റെ ഷേപ്പ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പെട്ടെന്ന് കിട്ടുമല്ലോ. നൗ എ സോളിഡ് സിലിണ്ടർ. സപ്പോസ് വി ഹാവ് എ സോളിഡ് സിലിണ്ടർ ആൻഡ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ about the central vertical axis. സ്ലൈസ് ചെയ്യുന്നു. സ്ലൈസ് ചെയ്ത് കിട്ടുന്ന ഓരോ പീസും ഓരോ ഡിസ്കുകളായിരിക്കും അല്ലേ? ഓരോ പീസും ഓരോ ഡിസ്കുകളായിരിക്കും. സോ ദി ഫോർമുല വിൽ ബി സെയിം ആസ് ദി ഡിസ്ക് ആൻഡ് ദാറ്റ് ഈസ് I equals mr²/2. ആർക്ക്? സോളിഡ് സിലിണ്ടറാണ് ഞാൻ പറയുന്നത്. സോളിഡ് സിലിണ്ടർ. സിലിണ്ടറിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കിട്ടുന്ന കഷ്ണം ഓരോ പീസും ഓരോ കൊച്ചു ഡിസ്കുകൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പഴം എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുക്കുംബർ ഇങ്ങനെ സ്ലൈസ് ചെയ്യുക. സിനിമയിൽ കാണുന്ന പോലെ സ്ലൈസ് ചെയ്താൽ ഓരോന്നും ഓരോ റിങ്ങുകളായിരിക്കും, ഡിസ്കുകൾ ഷേപ്പായിരിക്കും അല്ലേ? ആ ഡിസ്കുകളിലൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ സെയിം ഫോർമുലയാണ്. ബിക്കോസ് ഷേപ്പ് റിമെയിൻസ് സെയിം, mr²/2. ഓക്കെ. നെക്സ്റ്റ് ഈസ് എ റോഡ്. എ റോഡ്, ഒരു വടി. എ റോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. എ റോഡ് ഓഫ് നെഗ്ലിജിബിൾ മാസ്. മനസ്സിലായി വിചാരിക്കുന്നു. മാസൊന്നും ഇല്ലാത്ത ഒരു റോഡ്. മാസല്ല, സോറി, റേഡിയസ് ഇസ് നെഗ്ലിജിബിൾ. മാസല്ല, റേഡിയസ് ഇസ് നെഗ്ലിജിബിൾ. അതായത് ഒരു പൈപ്പല്ല പിടിച്ചിരിക്കണേന്ന്, നമ്മൾ ചൂരില്ലേ അതുപോലെ വടി. അതിന് മാസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിനെ കറക്കുമ്പോൾ എത്ര മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണും? ഇവിടെ സിനിമകളിൽ കാണില്ലേ വടിത്തല്ലുകാർ വടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നത് ആണ് ചോദിക്കണേ. അങ്ങനെ വട്ടം കറക്കുമ്പോൾ എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ? സോ ദി ഫോർമുല വിൽ ബി m ത്രൂ സെൻറ്റർ ആക്സിസ് ml²/12. I equals ml²/12. ഓക്കെ. അങ്ങനെ അടുത്ത ചോദ്യം വരുന്നു, ഒരു എഡ്ജിലാണെങ്കിലോ? ഇങ്ങനെ ഇരിക്കുന്ന റോഡിനെ സെൻറ്ററിലിട്ട് ഇങ്ങനെ കറക്കണതിന് പകരം ഒരു എഡ്ജിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും മൊമെന്റ് ഓഫ് ഇനർഷ്യ? ഷിഫ്റ്റിംഗ്. ഇറ്റ് ഇസ് എ ഷിഫ്റ്റിംഗ് ഓഫ് ആക്സിസ് അല്ലേ? അപ്പോൾ I0 സെൻട്രൽ ആക്സിസിൽ ml²/12. സൈഡ് ആക്സിസിലെ I എത്രയാണെന്ന് കാണണം. ഈ നീളം എത്രയാണെന്ന് കിട്ടണമല്ലോ. സെപ്പറേഷൻ ബിറ്റ്വീൻ ആക്സസ്, ദാറ്റ് വിൽ ബി ദി ഹാഫ് ഓഫ് ദി ലെങ്ത് L/2. So new moment of inertia through one edge. ഇവ പാരലൽ ആക്സിസ് പാരലൽ ആയിരിക്കണം. It will be equal to I0 plus ma². That is the formula. Or I equals I0 എത്രയാണ്? ml²/12 plus m എക്ക് പകരം എത്രയാണ്? L/2. അപ്പോൾ L²/4. ml²/12 പ്ലസ് ml²/4. അപ്പോൾ 4 ml²/12 വരും. ദാറ്റ് വിൽ ബി ml²/3 എന്ന് കിട്ടും. ml²/3 വരും. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്ക്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ml²/3. ഓക്കെ. റോഡ്. സപ്പോസ് we are considering the rod which have a considerable radius. Suppose it have a considerable radius. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? റേഡിയസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിങ്ങനെ ഇരിക്കുന്നു, ഇറ്റ്സ് റേഡിയസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ത്രൂ ദി സെൻട്രൽ ആക്സിസ്. ഇനി ഞാൻ സെൻട്രൽ ആക്സിസ് മാത്രമേ പറയുള്ളൂ കേട്ടോ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. സെൻട്രൽ ആക്സിസ് ഈക്വൽസ് I equals m into L²/12 plus R²/4. L²/12 plus R²/4 if the radius is considerable. Radius consider ചെയ്യുന്നില്ലെങ്കിൽ this will be ml²/12. ലെങ്ത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ mr²/4. അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഹൊറിസോണ്ടൽ ടാൻജൻഷ്യൽ മീൻസ് ഡയമെട്രിക് ഡയഗണൽ ആക്സിസ്. Then next is the solid sphere. അടുത്തത് സോളിഡ് സ്പിയർ. രണ്ടര കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. ഇങ്ങനത്തെ നൂറുകണക്കിന് ഷേപ്പ് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോളിഡ് സ്പിയർ ആണെങ്കിൽ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ, സോളിഡ് സ്പിയർ ഇവനെല്ലാം
ഡയമീറ്റർ ആണ് അല്ലേ, ഡയമെട്രിക് ആക്സിസ് ഷേപ്പ് അങ്ങനെയല്ലേ. സോളിഡ് സ്പിയറിന് ദിസ് വിൽ ബി 2/5 mr². സോളിഡ് സ്പിയർ I equals 2/5 mr². 2/5 mr². Okay. Hollow sphere. Hollow sphere, it will be 2/3 mr². 2/3 mr². Okay. So these are the different shapes. അപ്പോൾ ഞാൻ ഒരുവിധം ഷേപ്പുകളൊക്കെ ഞാൻ എഴുതിക്കൊണ്ടുവന്നത് ആയി എന്ന് വിചാരിക്കുന്നു. ഇനിമേലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലകൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നും പല ഷേപ്പുകളുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും പഠിച്ചിരുന്നിരിക്കണം. Also how to use the parallel axis theorem and perpendicular axis theorem for to shift the axis or to rotate the axis. Now we are passing to the next one. Next is a concept called radius of gyration. Radius of gyration. Right here, radius of gyration. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് പല ഫോർമുല വന്നു കഴിഞ്ഞപ്പോൾ an attempt was done to unify the formula. Okay, an attempt was to attempts they tried and made an attempt to unify or to make a single formula for the moment of inertia. അപ്പോൾ അവരിങ്ങനെ എഴുതി I equals for any shape for any axis the moment of inertia equals mk². പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഏത് ഷേപ്പ് ഏത് ആക്സിസ് ആണെങ്കിൽ I equals mk², where k is called radius of gyration. Where k is called radius of gyration. And complex definitions ഒന്നും വേണ്ട. If moment of inertia of a body equals I equals mk² for any shape, k is called radius of gyration. Definition. ഇനി പരീക്ഷ നിങ്ങൾ ചോദിക്കുക റേഡിയസ് ഓഫ് gyration കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. അത് ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അത് കാരണം വലിയ ലാഭമൊന്നുമില്ല. പക്ഷേ for the sake of examination you have to know how to find the radius of gyration. അത് നമുക്കൊരു അത് ഓർത്തിരിക്കൊന്നും വേണ്ട. പല ബോഡികൾക്കും പല റേഡിയസ് ഓഫ് gyrationകളാണ്. അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ബട്ട് ഈസി ടെക്നിക്കിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോക്കിയൊക്കെ ഫൈൻഡ് ദി റേഡിയസ് ഓഫ് gyration ഓഫ് എ ഡിസ്ക് about a perpendicular center axis. ഒരു ഡിസ്ക് പെർപെൻഡിക്കുലർ സെൻട്രൽ ആക്സിസിലൂടെ തിരിഞ്ഞുകൊണ്ടിരുന്നാൽ റേഡിയസ് ഓഫ് gyration എത്രയാണ്? ഉടനെ നമ്മൾ പറയും I equals mk². പക്ഷേ ഇതിൻ്റെ I നമുക്കറിയാലോ, സെൻട്രൽ ഡിസ്ക് ആകുമ്പോൾ I equals mr²/2. For a disk central axis perpendicular axis I equals mr²/2. But according to this formula I equals mk². Simply equate. So we will get mk² equals mr²/2. M gets cancels. K² equals r²/2 or k equals r/√2. r/√2. √2 means 0.7 എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഇൻറ്റു 0.7. റേഡിയസ് ഇൻറ്റു 0.7. ദാറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് gyration. അപ്പോൾ ഏത് ഷേപ്പിൻ്റെ റേഡിയസ് ഓഫ് gyration ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റണം. ഫോർ എനി ഷേപ്പ് വി മസ്റ്റ് നോ ദി റേഡിയസ് ഓഫ് gyration. ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് നോക്കിക്കോ. വാട്ട് വിൽ ബി ദി റേഡിയസ് ഓഫ് gyration ഓഫ് എ ഹോളോ സ്പിയർ ത്രൂ ദി ഡയമീറ്റർ? റേഡിയസ് ഓഫ് gyration ഓഫ് ഹോളോ സ്പിയർ ത്രൂ ഡയമീറ്റർ. അപ്പോൾ നമ്മൾ എഴുതി for a hollow sphere through the diameter the moment of inertia is mk², but we know the moment of inertia as hollow sphere ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ 2/3 mr². 2/3 mr², a general formula. but mk² ഇക്വേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു mk² equals 2/3 mr².
So m gets cancels. K equals r. മറ്റേ റൂട്ട് എടുക്കണ്ടേ? റൂട്ട് 2/3 ടൈംസ് r. റൂട്ട് 2/3 ടൈംസ് r. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കൺസെപ്റ്റ്. ഇങ്ങനെ ഏത് ഷേപ്പിൻ്റെ വേണമെങ്കിൽ നമുക്ക് റേഡിയസ് ഓഫ് ജൈറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നൗ കം ടു ദി നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇത്രയും മതി. NCERT ടെക്സ്റ്റിൽ അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ വെലോസിറ്റി. ആംഗുലർ മൊമെൻറ്റം L, ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളത്? ഓക്കെ, നമുക്ക് ആദ്യമേ അറിയാം എ ബോഡി ഓഫ് മാസ് m ഇസ് ഷോർട്ട് ഡെറിവേഷൻ. ബോഡി ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v. മൂവിങ് വിത്ത് വെലോസിറ്റി v അല്ലെങ്കിൽ എ പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ പറഞ്ഞാൽ മതി, അതാണ് ഏറ്റവും എളുപ്പം. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് വെലോസിറ്റി v ആൻഡ് r is the radius vector. r is the radius vector. Okay, now what will be the momentum? Momentum equals mv. Momentum equals mv. ശരിയല്ലേ? Then angular momentum equals r cross p. ന്യൂമറിക്കൽ വാല്യൂന് r into p എന്ന് പറയാം. ന്യൂമറിക്കൽ വാല്യൂ വേണ്ടെങ്കിൽ r into p ഈക്വൽസ് പിന്നെ ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് mvr. ആംഗുലർ മൊമെൻറ്റം ഈക്വൽസ് mvr. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ആംഗുലർ മൊമെൻറ്റം ഈക്വൽസ് mvr. ഇവിടെ നമ്മുടെ ചോദ്യം അതല്ല, റിലേഷൻ ബിറ്റ്വീൻ L ആൻഡ് ഒമേഗയാണ്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ദി ആംഗുലർ മൊമെൻറ്റം ഇസ് ഗിവൺ ബൈ mvr. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ന്യൂമറിക്കൽ വാല്യൂസ് കേട്ടോ, ഇറ്റ്സ് നോട്ട് വെക്ടോറിയൽ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വെലോസിറ്റി v. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് v ഈക്വൽസ് r ഒമേഗ. v ഈക്വൽസ് r ഒമേഗ ഒക്കെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും വെക്ടറായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ഒന്നും എടുക്കേണ്ടത്. ആക്ച്വലി v ഈക്വൽസ് r ഒമേഗ ഇറ്റ്സ് എ ക്രോസ് പ്രോഡക്റ്റ്. അതുപോലെ ഇവിടെ r ക്രോസ് p ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് ഒന്നും കഴിയില്ല. നോ നീഡ് ഓഫ് ദി ക്രോസ് പ്രോഡക്ട്സ്. ഓക്കെ, സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് m r ഒമേഗ r which will be equal to mr square omega. This is equal to mr square omega. But what is mr square? For a particle, mr square is the moment of inertia, I omega. So we have a relation L equals I omega. L equals I omega. Okay? It is almost identical to P equals mv. Linear momentum equals mass into velocity. റൊട്ടേഷനിലേക്ക് വരുമ്പോൾ മാസ് മാറിയിട്ട് എന്ത് വരും എന്ന് പറഞ്ഞു? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വരും. ലീനിയർ വെലോസിറ്റി മാറിയിട്ട് ആംഗുലർ വെലോസിറ്റി വരും. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം ഈക്വൽസ് ഐ ഒമേഗ. എല്ലാ ഇക്വേഷനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എല്ലാ ഇക്വേഷനും ഇങ്ങനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഫ് ഈക്വൽസ് എം എ. റൊട്ടേഷൻ ഡൈനാമിക്സിൻ്റെ കൗണ്ടർ പാർട്ട് എന്ത്? ലീനിയർ ഡൈനാമിക്സിലെ ഫോഴ്സിന് പകരം റൊട്ടേഷൻ ഡൈനാമിക്സിലെ ടോർക്ക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈക്വൽസ് മാസിന് പകരം ഐ ആണ്. എ ലീനിയർ ആക്സിലറേഷൻ പകരം ആംഗുലർ ആക്സിലറേഷൻ ആൽഫ, ഐ ആൽഫ. ഇതുപോലെ പ്രധാനപ്പെട്ട നല്ലൊരു ടെക്നിക്കാണ് ഇങ്ങനെ എഴുതാനായിട്ട്. ഏത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഏത് ഫോർമുല വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ ഫോർ എ ട്രാൻസ്ലേഷൻ മോഷൻ. ബട്ട് ഫോർ റൊട്ടേഷണൽ മോഷൻ വാട്ട് വിൽ ബി ദി കൈനറ്റിക് എനർജി? റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എമ്മിന് പകരം ഐ, വിക്ക് പകരം ലീനിയർ വെലോസിറ്റി പകരം ആംഗുലർ വെലോസിറ്റി ഐ ഒമേഗ സ്ക്വയർ. ഇത് ഡെറിവേഷൻ അല്ല കേട്ടോ, എ ടെക്നിക് ടു റിമെമ്പർ ദി വാല്യൂസ്. ഇറ്റ്സ് എ ടെക്നിക് ടു സിംപ്ലി റിമെമ്പർ ദി വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ കഴിഞ്ഞു. എങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി പറയാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m മൂവിങ് വിത്ത് കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v. if r is the radius of the circular path, അല്ലെങ്കിൽ called radius vector. So linear momentum equals mv, linear momentum equals mv, angular momentum equals r cross p, which is equal to mvr. But we know v equals r omega. Substitute ചെയ്ത mr omega r, mr square omega. mr square stands for the moment of inertia. Okay, mr square stands for the moment of inertia. NCERT ടെക്സ്റ്റിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ദിസ് ഈസ് ഫോർ എ പാർട്ടിക്കിൾ. ഒരു ബോഡിക്ക് ഇത് ബാധകമാണോ?
What is the equation for L and omega for a body? ആ ഡെറിവേഷൻ്റെ വ്യത്യാസം മാത്രമല്ല കേട്ടോ, സെയിം പ്രൊസീജിയർ, സെയിം വേ നമ്മളിങ്ങനെ ചെയ്യും. A rigid body of any shape, for consider a particle of mass m1, this is the axis and this is r1, another body mass m2, another particle r2, another particle m3, r3. Angular momentum of first particle equals, നമുക്കറിയാം angular momentum equals mvr. m1, linear velocity v1, v radius r1. Okay, rotate ചെയ്യുമ്പോൾ different bodies moving with different speeds. Different bodies are moving with different speeds. Angular speed omega same ആയിരിക്കും, but linear velocities are different. Okay, അതിൻ്റെ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. Now this is for first particle. For second particle this will be, അല്ലെങ്കിൽ ഇവിടെ ചെന്ന് നമുക്ക് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കുക. Now v is changed to omega. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം m1 v1 പകരം r1 ഒമേഗ. r1 ഒമേഗ 1 എഴുതില്ല, ബിക്കോസ് ബോഡി തിരിയുന്ന ഒരു വെലോസിറ്റി ഒമേഗയായിരിക്കും. അത് തന്നെയായിരിക്കും ആംഗുലർ വെലോസിറ്റി. ഫോർ ഈച്ച് പാർട്ടിക്കിൾ ദി ആംഗുലർ വെലോസിറ്റി വിൽ ബി സെയിം ആസ് ഒമേഗ ഇറ്റ് സെൽഫ്. Linear velocity may be v1, v2, v3. Mass may be m1, m2, m3, etc. Radius may be r1, r2, r3, etc. പക്ഷേ angular velocity is same for all particles. Okay? ഒരു ജയൻറ്റ് വീലിൽ നിങ്ങൾ 15 പേര് 20 പേര് കൂടുന്ന വട്ടം കറങ്ങുമ്പോൾ എല്ലാവരുടെയും സെയിം ആംഗുലർ വെലോസിറ്റിയാണ്. ദി ആംഗുലർ സ്പീഡ് ഓഫ് ദി മോട്ടോർ. അല്ലേ? അയാൾ നിർത്തി എല്ലാവരും നിൽക്കണില്ലേ? അയാൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും മൂവ് ചെയ്യണില്ലേ? അയാൾ സ്പീഡ് കൂട്ടി എല്ലാവരും ഓടിയിടുന്നില്ലേ? ഇതൊക്കെ എന്താ? സെയിം ആംഗുലർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ r1 ഒമേഗ r1 നേരത്തെ എഴുതി അതേ കേസ് തന്നെയാണ് കേട്ടോ. നേരത്തെ എല്ലിന്ന് എഴുതി ഇവിടെ L1 എഴുതി, വേറൊരു വ്യത്യാസമില്ല. m1 r1 സ്ക്വയർ ഒമേഗ. m1 r1 സ്ക്വയർ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. i1 ഒമേഗ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അല്ലെങ്കിൽ ഇവിടെ എഴുതി നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി. m1 r1 ഒമേഗ. രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെന്റ് എത്രയായിരിക്കും? m2 r2 square omega, so on. What will be the total angular momentum? Total angular momentum എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആംഗുലർ മൊമെന്റംസ് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഈക്വൽസ് L ഈക്വൽസ് ഒന്നാമത്തെ ആളുടെ ആംഗുലർ മൊമെന്റം m1 r1 സ്ക്വയർ ഒമേഗ പ്ലസ് രണ്ടാമത്തെ ആളുടെ m2 r2 സ്ക്വയർ ഒമേഗ പ്ലസ് കുത്ത് ഈക്വൽസ് ഒമേഗ കോൺസ്റ്റന്റ് പുറത്തെടുത്താൽ m1 r1 square plus m2 r2 square plus omega. What is inside the bracket? ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് സ്ക്വയർ, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് സ്ക്വയർ, മൂന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് സ്ക്വയർ എല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടണം? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു i omega. സോ ദാറ്റ് ഇസ് ദി ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും പാർട്ടിക്കിളും ബോഡി ഉണ്ട്. ഞാൻ എല്ലാവരും ചെയ്യുന്നില്ല. പാർട്ടിക്കിൾ ചെയ്യുക, ബോഡി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. നേരത്തെ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. If there is no external force, linear momentum is a constant. Similarly, നമ്മളിവിടെ പറയുന്നു, if there is no external torque, angular momentum is a constant. Angular momentum is a constant. നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? Torque equals dl by dt. If there is no external torque, internal പ്രശ്നമില്ല, external torque ഇല്ല എങ്കിൽ this is 0 equals dl by dt. A differential will be 0 only if the equation is a constant. L നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? L is a constant. നേരത്തെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? If there is no external torque, angular momentum is a constant. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. If there is no external torque, angular momentum will be a constant. Okay. നമ്മൾ നിത്യജീവിതത്തിലെ
ഇപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സം ലൈവ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ആംഗുലർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ്. ലൈവ് എക്സാമ്പിൾസ് കുറേ അധികം നമുക്ക് കാണാൻ പറ്റും ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആകുന്നതിൻ്റെ ലൈവ് എക്സാമ്പിൾസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടേൺ ടേബിൾ എക്സസൈസ് ഒരു റൊട്ടേറ്റിംഗ് ടേബിളുമേ ഒരു സർക്കസിലാണ് കാണുക. ഒരു കുട്ടി നിൽക്കുന്നു, അവിടെ നിന്ന് പലതരം എക്സസൈസുകൾ കാണിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നു, സപ്പോസ് വി ആർ സ്ട്രെച്ചിങ് ദി ഹാൻഡ്സ് ജസ്റ്റ് ലൈക്ക് ദിസ് ആൻഡ് റൊട്ടേറ്റിംഗ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഐ എം വിത്ത് ഐ ഒമേഗ, ഐ ഉണ്ട് ഒമേഗ ഉണ്ട്. പെട്ടെന്ന് ഞാൻ കൈ താഴ്ത്തി കിട്ടും. സഡൻലി മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ റെഡ്യൂസസ്. കാരണം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യനെ കൺട്രോൾ ചെയ്യുന്നത് മാസ് ആൻഡ് ഡിസ്റ്റൻസ് ടു ദി പാർട്ടിക്കിളാണ്. കൈ വിരിച്ചു പിടിക്കുമ്പോൾ പാർട്ടിക്കിളിൻ്റെ അകലം കൂടി, സെൻറ്ററിൽ നിന്ന് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടി. കൈ താഴ്ത്തി ഇടുമ്പോൾ പാർട്ടിക്കിളിൻ്റെ ബോഡിയോട് ഷ്രിങ്ക് ചെയ്തു. ഷ്രിങ്ക് ചെയ്യുന്നതോറും പാർട്ടിക്കിൾ അടുത്തടുത്ത് വരുന്നു. അതായത് ഇങ്ങനെ നിൽക്കുമ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കുറവാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ പാർട്ടിക്കിൾസ് ആർ ഫാർ അവേ ഫ്രം ദി ആക്സിസ്, മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൽ നിന്ന് ഇങ്ങനെ തിരിയണ നേരത്ത് പെട്ടെന്ന് കൈ താഴ്ത്തി കിട്ടി കഴിഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ പെട്ടെന്ന് കുറഞ്ഞു. പുറമേ നിന്ന് ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ L ഈക്വൽസ് അല്ലെങ്കിൽ L ഈസ് ടു ബി കോൺസ്റ്റൻറ്റ്. L ഈസ് ടു ബി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഒമേഗ ഇസ് എ കോൺസ്റ്റൻറ്റ്. L ഈക്വൽസ് ഐ ഒമേഗ മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. പുറമേ നിന്ന് ആരും പറഞ്ഞില്ലെങ്കിൽ ഐ പെട്ടെന്ന് കുറഞ്ഞപ്പോൾ ഒമേഗ പെട്ടെന്ന് കൂടുന്നു. അതായത് ഞാൻ കൈ ഇട്ട ഉടനെ തന്നെ എൻ്റെ റൊട്ടേറ്റിംഗ് സ്പീഡ് പെട്ടെന്ന് കൂടും. കൈ ഞാനിങ്ങനെ പൊതിച്ചാൽ റൊട്ടേറ്റിംഗ് സ്പീഡ് കുറയും. അപ്പോൾ കൈ ഡാൻസ് ചെയ്യുന്നതനുസരിച്ച് ആ മെഷീൻ്റെ സ്പീഡ് മാറിക്കൊണ്ടേയിരിക്കും. ടേൺ ടേബിൾ എക്സസൈസ്. അതുപോലെ തന്നെ നമ്മുടെ സ്വിമ്മേഴ്സ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. സ്വിമ്മിങ് ഡൈവിംഗ് ബോർഡുകളിൽ നിന്ന് താഴേക്ക് സോമസോൾട്ട് ചെയ്യുന്ന സമയത്ത് ഡൈവിംഗ് ബോർഡിൽ നിങ്ങൾ തിരിയുമ്പോൾ, അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ജിംനാസ്റ്റിക്സ് ഇങ്ങനെ എയറിൽ വന്നിട്ട് ഇങ്ങനെ തിരിയുന്നത്. ആ തിരിച്ചൽ അതൊരു പ്രാക്ടീസാണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാലഘട്ടത്തെ പരിചയം കൊണ്ടാണ് പറ്റുന്നത്. ബട്ട് ദർ ഈസ് എ ഫിസിക്സ് ഇൻസൈറ്റ്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോളൂ. ജിംനാസ്റ്റിക് ഭയങ്കര ഫാസ്റ്റായ കാരണം കാണാൻ വിഷമമാണ്. പക്ഷേ അത് നിങ്ങൾ സ്ലോ മോഷനിലിട്ടാൽ മനസ്സിലാകും. ഈ ഡൈവിംഗ് ബോർഡുകളിൽ നിന്ന് മുകളിൽ നിന്ന് ചാടുന്നത് ശ്രദ്ധിച്ചറിയാം. അല്ലെങ്കിൽ അവരെങ്ങനെ എയറിൽ കേൾ ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴും കണ്ടുണ്ടാവും ഡൈവിംഗ് ബോർഡ് നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുക. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ടാണ് അവർ ചാടുന്നത് വെള്ളത്തിലേക്ക്. അവരിങ്ങനെ ഇവിടെ നിന്ന് ബോർഡിന് സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ മുകളിലേക്ക് പൊങ്ങി ഇത്ര എത്തുമ്പോഴേക്കും പെട്ടെന്ന് ഈ കൈ സ്ട്രെച്ച് ചെയ്യും. കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സഡൻലി ഹീസ് ഗെറ്റിങ് എ ഒമേഗ. കൈ സ്ട്രെച്ച് ചെയ്യുന്ന ഐ കൂടിയാൽ ഉടനെ ഒമേഗ കുറയുന്നു. ആസ് എ റിസൾട്ട് ഹീ ബിക്കംസ് കുറച്ച് സ്ലോ ആകും. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ കേൾ ചെയ്യാൻ പറ്റും. 1, 2, 3 കേളുകൾ എടുക്കാൻ പറ്റും. ബൈ അഡ്ജസ്റ്റിംഗ് ദി ഹാൻഡ്സ് ജസ്റ്റ് ലൈക്ക് ദിസ് ഹീ ക്യാൻ കൺട്രോൾ ഹിസ് സ്പീഡ്. എന്നിട്ട് തിരിച്ച് വെള്ളത്തിൽ ലാൻഡ് ചെയ്യാറാകുമ്പോൾ വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുക. അതല്ലെങ്കിൽ കാലൊടിയാം. കൈയും കാലൊടിയാണ്ടിരിക്കാനാണ്. കൈ ഇങ്ങനെ പിടിച്ചാൽ അല്ലെങ്കിൽ തലകുത്തിയ വീഴുക അല്ലേ. കൈ വെള്ളത്തിലേക്ക് കുത്താൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് ഒരുപാട് സ്ഥലങ്ങൾ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഐ ഒമേഗ എന്നുള്ളത്. ഒരെണ്ണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ ഈ വെടിക്കെട്ട് കാണാറുണ്ട് നമ്മളല്ലേ. തൃശ്ശൂകാര ഭാഷയിൽ പറഞ്ഞാൽ പൂരാണ് അമിട്ടങ്ങോട്ട് പൊട്ടി. വാട്ട് ഈസ് ഹാപ്പനിങ്? ഈ അമിട്ട് പൊട്ടുമ്പോൾ അത്ര ഭംഗി എന്താണ്? ഈ സിൽവർ നൈറ്റിൻ്റെ പല കളേർഡ് പല്ലറ്റ്സ് ആകാശത്തേക്ക് വിടുന്നു. ആകാശത്ത് വെച്ച് പൊട്ടിയാൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഒരു കൊട വിരിഞ്ഞ പോലെ ഇങ്ങോട്ട് വരുന്നു. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു ദി കൺസർവേഷൻ. എന്താ കൺസർവേഷൻ? മുകളിലേക്ക് ഇത് പൊട്ടുന്നത് ഇൻറ്റേർണൽ ഫോഴ്സാണ്. ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം ഇതിൻ്റെ എന്ത് മാറാൻ പാടില്ല? ദർ ഇസ് നോ തോട്ട്സ്. ഐ ഒമേഗ ഹാസ് ടു ബി കോൺസ്റ്റൻറ്റ്. സെൻറ്റർ ഓഫ് മാസ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് മാറാൻ പാടില്ല. മനസ്സിലായോ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ഐ ഈസ് ടു ബി കോൺസ്റ്റൻറ്റ്. നമ്മൾ കൈ കിട്ടുന്ന പോലെ ഒന്നും അമിട്ടും കുറ്റിക്ക് പറ്റണില്ലല്ലോ. ഐ ഈസ് ടു ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്തുണ്ടായി വെച്ചാൽ നിങ്ങൾ നിൽക്കുമ്പോൾ അമിട്ടിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് താഴാൻ തുടങ്ങി. അപ്പോൾ സെൻട്രൽ മാസ് ലൈനിൽ വരും അല്ലേ. അപ്പോൾ സെൻട്രൽ മാസ് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഈ പീസും ഒരുമിച്ച് താന്നി. ഭൂമി സെൻട്രൽ മാസിനെ പിടിച്ചു വലിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസും സെൻട്രൽ മാസ് ഇസ് ടു ബി ഇൻ എ ലൈൻ. നേരത്തെ പഠിച്ചു. എല്ലാ പാർട്ടിക്കിളും ഒരേ ലൈനിൽ വരാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് താന്നുകൊണ്ടിരിക്കും. ഭൂമി ഓരോരുത്തർ പിടിച്ചു വലിക്കുന്നില്ല. ഒരു പീസ് ഇങ്ങോട്ട് തിരിച്ചാൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിന് ഒരു പീസ് ഇങ്ങോട്ട് തിരിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് താഴും. ഒരു പീസ് ഇങ്ങോട്ട് തിരിച്ചാൽ അതിൻ്റെ കൗണ്ടർ പാർട്ടി ഇങ്ങോട്ട് തിരിക്കും.
ഇതൊക്കെ മൊമെൻറ്റം കൺസർവേഷൻ്റെ ചില നല്ല നല്ല ടെക്നിക്സാണ്. ആ ടെക്നിക്സ് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു നോ. അപ്പം എൻട്രൻസ് എഴുതുമ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇന്നത്തെ ടെക്നിക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കതിൽ കുറച്ചുകൂടി ടോപ്പിക്സ് ഉണ്ട്. ദാറ്റ് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ഓൺ ടുമാറോ. ഓക്കെ, ഞാൻ വളരെ എളുപ്പത്തിന് ഉറക്കം വരാണ്ടിരിക്കാൻ ഒരു അരമണിക്കൂറിൻ്റെ ചെറിയ ക്ലാസ്സുകളായിട്ടാണിത് ചെയ്യുന്നത്. വി ഹാവ് 1 more class to complete this chapter. Then we will do the MCQ. Okay, thank you.